അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാം 2023 നടന്ന വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് വായിച്ച് അതിൻ്റെ ആൻസറുകൾ കണ്ടെത്താം. ഒന്നാമത്തേത് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തേത് ആദ്യം കഅബ നിർമ്മിച്ചത് ആരാണ്? ആൻസർ മലക്കുകൾ. 2 അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടാൽ മറുപടിയായിട്ട് എന്തോ പറയണം, ഇജാബത്ത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താണ്? സദഖ്ത വ ബജിർത എന്നാണ് പറയേണ്ടത്. ഇനി മൂന്നാമത്തേത് നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഫർള് എന്താ? ഒന്നാമത്തെ നിയ്യത്ത്. ഇനി നാലാമത്തേത് കലണ്ടറിൽ കാണുന്ന മഗ്രിബ് നിസ്കാര സമയം. അപ്പോൾ ഓരോ സമയങ്ങൾ 1:30, 12:30, 6:40 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1:30 അല്ല, ഏതായാലും 12:30 ആകുമ്പോൾ ളുഹറിൻ്റെ സമയമാണ്. 6:40 6:40 നമുക്ക് മഗ്രിബിൻ്റെ സമയമായിട്ട്. അപ്പോൾ അതാണ് ഇവിടെ ആൻസർ. അപ്പോൾ ഈ രൂപത്തിൽ ചോദ്യം വന്നാൽ ഓരോ സമയങ്ങളും ഏതൊക്കെ സന്ദർഭങ്ങളാണ് നോക്കുക. 12:30 ആകുമ്പോൾ ഉച്ചയാണ്. ഇനി ഒരു 4 അല്ലെങ്കിൽ ഒരു 3:40 എന്നൊക്കെ പറയുമ്പോൾ അത് അസറിൻ്റെ സമയമാണ്. 6 മണിൻ്റെ സമയം വരുമ്പോഴാണ്, 6 മണി മുതലുള്ള സമയം വരുമ്പോഴാണ് മഗ്രിബ് നമ്മൾ കണക്കാക്കേണ്ടത്. മനസ്സിലാക്കാതെ. അഞ്ചാമത്തെ ശരീരം മുഴുവൻ ഔറത്താണ്. ആരുടെ? സ്ത്രീയുടെ ഔറത്ത്. 6 രക്ഷാകവചമാണ്. ഏത്? അസ്സൗമ്, നോമ്പിനെ പറ്റിയാണ് പറഞ്ഞത്. അസ്സൗമ് ജുന്ന എന്ന് അവസാനത്തെ പാഠത്തിൽ, നമ്മളെ നോമ്പിനെ കുറിച്ച് പറഞ്ഞ പാഠത്തിൻ്റെ അവസാനത്തിൽ പെട്ടിക്കോളത്തിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അസ്സൗമു ജുന്ന, നോമ്പ് രക്ഷാകവചമാണ്. അവിടെ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അടുത്ത 7ാമത്തേത് റമളാനിലെ അവസാനത്തെ 10 നാളുകൾ. റമളാനത്തെ അവസാനത്തെ 10 നാളുകൾ ഏതാ? നരകമോചനത്തിൻ്റെ 10 അവസാന നാളുകൾ നരകമോചനത്തിൻ്റെ 10. 8ാമത്തേത് 5 വഖ്ത് നിസ്കാരം നിർബന്ധമായി എന്ന് മുതലാ? മിഅ്റാജ് രാവിൽ. ഇനി 9 അന്ത്യനാളിൽ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ്. അതാരെ കുറിച്ചാണ്? അൽ മുഅദ്ദിനൂൻ, ബാങ്ക് വിളിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ പാഠത്തിൽ അത്വലുന്നാസ് എന്ന് പറയുന്നിട്ടൊരു പാഠം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് ബാങ്കിനെ കുറിച്ച് പറഞ്ഞ പാഠാണത്. ബാങ്കിൻ്റെ ഇജാബത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ബാങ്കിന് ശേഷമുള്ള ദുആക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തിൽ, ആ പാഠത്തിൻ്റെ അവസാനത്തിലായിട്ട് പെട്ടിക്കോളത്തിൽ പറഞ്ഞിട്ടുണ്ട് അൽ മുഅദ്ദിനൂന അത്വലുന്നാസി അനാഖൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ മുഅദ്ദിനുകൾ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ്. അവിടെ നിന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. ആ പാഠത്തിലുള്ള ഓരോ കോളത്തിൽ കൊടുത്ത ഓരോ കാര്യങ്ങൾ, അവസാനത്തിൽ കൊടുത്ത കാര്യങ്ങൾ പഠിക്കണം, കാണാതെ പഠിക്കണം, അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി വെക്കണം. 10ാമത്തേത് നോമ്പ് മുറിയുന്ന കാര്യമാണ്. നോമ്പ് മുറിയുന്നൊരു കാര്യം ഇതിലെന്താ? ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുക നോമ്പിൻ്റെ പാഠത്തിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ചേരുംപടി ചേർക്കുക. ഒന്നാമത്തേത് ഇത് പൂരിപ്പിക്കുന്ന രൂപത്തിലാണ്. ഓരോ ദിക്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കി പുറത്തുണ്ട്, അത് യോജിപ്പിക്കുകയാണ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അതിനോട് യോജിച്ചത് ബാക്കി അന്ത സമീഉൽ അലീം. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. ഓക്കെ. അടുത്ത 12ാമത്തേത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അതിനോട് ചോദിച്ചത് ഡി ആണ്. അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ഇനി 13 ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി. പിന്നെ അതിനോട് ചോദിച്ചത് അൽ അദാ വഅഫാനി. ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെല്ലാനുള്ളതാണിത്. അടുത്ത അഖാമ അല്ലാഹു അദാമഹ, അതിൻ്റെ ബാക്കി എന്താ? ആൻസർ സി. വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹാ. നമ്മുടെ ഇഖാമത്തിലെ ഖദ് ഖാമത്തി സ്വലാ എന്ന് പറയുന്ന സമയത്ത് ഇനി ഇജാബത്തായിട്ട് പറയാനുള്ളതാണ്. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി പൂരിപ്പിക്കുക. 15 5 നേരം നിസ്കരിക്കുന്നവൻ്റെ മുഴുവൻ ഡേശം പൊറുക്കപ്പെടും. എന്ത് പൊറുക്കപ്പെടും? പാപങ്ങൾ പൊറുക്കപ്പെടും. 16 ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ ഡേശ് കൊണ്ട് ഖിബിലക്ക് മുന്നിടണം. എന്തുകൊണ്ടാണ്? നെഞ്ചുകൊണ്ടും മുഖവും കൊണ്ടാണ് അവന് ഖിബിലയിലേക്ക് മുന്നിടേണ്ടത്. 17 പുരുഷന്മാർക്ക് ഡാഷ് വസ്ത്രമാണ് ഉത്തമം, വെള്ള വസ്ത്രമാണ് ഉത്തമം. 18 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ഡാഷ് അൽ അലിയിൽ അദീം, ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഹയ്യ അലസ്സലാ എന്ന് കേൾക്കുന്ന സമയത്ത് ചൊല്ലാനുള്ളത് ആണത്.
ജവാബായിട്ട്. 19 വർസുഖ്ന ഡാഷ് യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. ബാങ്കിന് ശേഷമുള്ള ദുആയിൽപ്പെട്ടതാണത്. വർസുഖ്ന ശഫാഅത്തഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. അടുത്ത ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 20 നോമ്പുകാർക്ക് സ്വർഗത്തിലുള്ള പ്രത്യേക കവാടം ഏത്? ആൻസർ റയ്യാൻ. ആ കവാടത്തിൻ്റെ പേരാണ് റയ്യാൻ എന്ന്. ഇനി 21 ഏത് കൈ കൊണ്ടാണ് ശൗചം ചെയ്യേണ്ടത്? ആൻസർ ഇടത് കൈ കൊണ്ട്. 22 അദാനും ഇഖാമത്തും സ്വപ്നം കണ്ട സ്വഹാബി ആര്? ആൻസർ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. 23 ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം ഏത്? ആൻസർ കഅബ. 24 റമളാൻ ആഗതമായാൽ ബന്ധനസ്ഥരാക്കും ആരെ? ആരാണ് ബന്ധസ്ഥരാക്കുക? പിശാചുക്കളെ. ഇനി ആരാണ് ബന്ധനസ്ഥരാക്കുക എന്നാണ് ചോദ്യമെങ്കിൽ അല്ലാഹു തആലയാണ് അവരെ ബന്ധനസ്ഥരാക്കുക. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക. 25 വിസർജന സ്ഥലത്തേക്ക് കൊണ്ടുപോകരുത് എന്തെല്ലാം? ആൻസർ അള്ളാഹുവിൻ്റെ പേര്, മഹാത്മാക്കളുടെ പേരുകൾ, ഖുർആൻ പോലെയുള്ളവ എഴുതപ്പെട്ടത്. 26 പുരുഷന്മാരുടെ ഔറത്ത് ഏത്? ആൻസർ മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗം. മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗം. 27 കർമ്മത്തിൽ ഏറ്റവും ഉത്തമമായത് ഏത്? ആൻസർ നിസ്കാരം. 28 അദാൻ കേൾക്കുമ്പോൾ സംസാരിക്കരുത്. കാരണം എന്താ? അതിൻ്റെ കാരണം മരണം മോശമാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നവരുടെ മരണം മോശമാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. റമളാൻ മാസം. റമളാൻ മാസത്തെക്കുറിച്ച് എഴുതാനാണ്. അപ്പം നമുക്ക് നോക്കാം. ഏറ്റവും ശ്രേഷ്ഠമായ മാസം റമളാൻ മാസമാണ്. റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. റമളാനിൽ ഒരു സുന്നത്തിന് ഫർളിൻ്റെ സ്ഥാനവും ഒരു ഫർളിന് 70 ഫർളിൻ്റെ സ്ഥാനവുമാണ്. അനുഗ്രഹീതമായ റമളാൻ മാസത്തിലാണ് അള്ളാഹു നോമ്പ് നമ്മുടെ മേൽ നിർബന്ധമാക്കിയത്. അത് നോറ്റുവീട്ടൽ ഹൈദിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധിയുള്ള നോമ്പ് നോൽക്കാൻ കഴിവുള്ള പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. ഇത് നമ്മുടെ പാഠത്തിൽ പറയാത്തൊരു കാര്യമാണ് ഇത്. അത് നോറ്റുവീട്ടൽ ഹൈദിൽ നിന്നും നിഫാസിൽ നിന്നും പറയുന്ന ഈ ഭാഗം. അപ്പോൾ ഇൻഷാ അല്ലാഹ് 2023 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കെല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കും നമുക്കും അല്ലാഹു തആല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.